പാർവതി, എന്താ ഈ നേരത്ത് നല്ല ട്രാഫിക് ആയിരിക്കും. ബസ്സിൽ പോയാലും ഓട്ടോ പിടിച്ച് പോയാലും ഹോസ്റ്റലെത്താൻ മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നല്ല ടയർഡല്ലേ? ഞാൻ ബൈക്കിൽ കൊണ്ടാക്കാം, വാ. എന്നെ സഹായിക്കണമെന്ന് തോന്നിയല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. 2 മണിക്കൂർ കൊണ്ട് എത്തിയാലും 3 മണിക്കൂർ കൊണ്ട് എത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഹോസ്റ്റലിൽ എന്നാരും കാത്തിരിക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ബസ്സിൽ കയറി പോയിക്കോളാം. പാർവതി, അല്ല, നിന്റെ ഹോസ്റ്റലിന് മുന്നിൽ കൂടെ എനിക്ക് പോണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ സ്പീഡിൽ പോവില്ല. സ്പീഡ് ബ്രേക്കർ വന്നാൽ പോലും പതുക്കെ നിർത്തിയിട്ടേ ഞാൻ വണ്ടി എടുക്കൂ. പേടിക്കണ്ട, വാ. നിങ്ങൾ എങ്ങനെ വേണേലും പോയിക്കോ, സ്പീഡിലോ മെല്ലെയോ എങ്ങനെ വേണേലും പോയിക്കോ. അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നിനക്ക് എന്തുകൊണ്ട് ഇത്ര ദേഷ്യം എനിക്കറിയാം. ആ കരുണാകരൻ നിന്നേട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന്റെ ദേഷ്യമല്ലേ? അയാള് നീയും തമ്മിലുള്ള പ്രശ്നം പിന്നെ എനിക്ക് മനസ്സിലായത്. നിന്നോട് പകപോക്കെ അയാള്. അതിനുവേണ്ടിയാ അയാള് നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. നീ എനിക്ക് കുറച്ച് സമയം താ. ഞാൻ അയാളോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യാം. നിന്നെ ഞാൻ രക്ഷിക്കാം. അത് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നമല്ലേ? അത് ഞാൻ തന്നെ തീർത്തോളാം, അല്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം. നിങ്ങൾ അതിൽ തലയിടണ്ട. സത്യം പറയാലോ, അയാളെ കൊണ്ട് എനിക്ക് ഒരു ഉപദ്രവവും ഇല്ല. ഏറ്റവും വലിയ ഉപദ്രവം നിങ്ങളാ. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. എന്നെ ശല്യം ചെയ്യരുത്. ചിലപ്പോ ഞാനും നിയന്ത്രണം വിട്ട് എന്തേലും പറഞ്ഞു പോവും. നിങ്ങൾ 3 പേരും എണീറ്റേ. മുക്തിക്ക് ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ല. എണീക്കാനല്ലേ പറഞ്ഞേ? ഹോ, കഴിഞ്ഞ ഒരാഴ്ച നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോ സമാധാനം ഉണ്ടായിരുന്നു. നീ വന്നതും തുടങ്ങി. തുടങ്ങി. എണീക്കടി. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? എണീച്ച് പോടി. മുക്തി ഇരിക്കെ. മുക്ത, ഇതാരാ വരുന്നേ നോക്കി. ഇവിടെ ഇവൾക്ക് മാത്രം നിന്നെ പേടിയില്ലാത്തത്. ഇങ്ങനെ പോയാ ഇവളുടെ കൂടെ കൂടി മറ്റുള്ളവർമാർക്കും നിന്നോടുള്ള പേടിയില്ലാതാവും. പിന്നെ നീ പറയുന്നതേ ആരും മൈൻഡ് ചെയ്യാതാവും. അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇതാണ് നീ പറഞ്ഞ പട്ടിക്കാട്ടുകാരി. ഇവൾക്കുള്ള പണിയെ ഞാൻ കൊടുക്കാം.